കരിയർ തുടരുന്നതിനിടയിൽ തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഉയർന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ECCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലൈനിൽ പഠിക്കാം. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ കോമേഴ്സ് ലേണിംഗ് ആപ്പായ ലക്ഷ്യ കോമേഴ്സ് ആപ്പിൽ നിന്നും ഇനി പഠിക്കാം നിങ്ങളുടെ സൗകര്യത്തിന്. ഡൗൺലോഡ് ദ ആപ്പ് നൗ. ഇടയ്ക്കൊക്കെ ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇത് കുറെ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഈ ടോവിയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഇതാണോ അതോ ഇതാണോ, പടമുണ്ടോ, ഡേറ്റ് കിട്ടിയിട്ടുണ്ടോ, അവൻ ചുമ്മാ പറ്റിക്കുന്നതായിരിക്കും, ഇഷ്ടംപോലെ. പക്ഷെ ഇവൻ പോസ്റ്റർ ഇറക്കുമ്പോ എനിക്കും ഉണ്ടായിരുന്നു, ഓരോ പോസ്റ്ററും കാണുമ്പോഴേക്കും അവൻ വെയിറ്റ് ചെയ്യാനുള്ള ഇവൻ എന്നെ കുറ്റബോധത്തിൽ ആഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റർ. അന്ന് നമ്മള് ലിസ്റ്റ് അർജന്റീനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയാം മെസ്സി കണ്ടു അന്ന് തന്നെ ഇപ്പൊ കോയമ്പത്തൂർ റീജിയണിലൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഒരു പാഷനേറ്റ് ആക്ടർ ഉണ്ട് ഇവിടെ. ഞാനായിരുന്നു ഇവരുടെ സ്ഥിരം കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ ആര് ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ഷോർട്ട് ഫിലിം മമ്മൂട്ടിയാണ്. ബേസിൽ ഇതിലിപ്പം ARM എനിക്ക് തോന്നുന്നു നിങ്ങള് 3 കാലത്തുണ്ടോ? എന്നിട്ട് തന്നെ ഭാര്യയുടെ പ്രസവം ജസ്റ്റ് മിസ്സായേന്നുള്ള അവസരമായിരുന്നു. കൊച്ചിന്റെ ബർത്ത്ഡേക്ക് പോണ്ടി വന്നേ. ഇപ്പൊ ഈ ഓരോ സിനിമകൾ 2 സിനിമകൾ എന്ന് പറയുന്നത് ഇത് 3 സിനിമ ഒരുമിച്ച് വരുന്ന പോലെയാണ്. 3 ഡിഫറെന്റ് ചേട്ടൻ പറയില്ല ഭാരത് മാതാക്കി അതുപോലെ എന്നെ നോക്കണേ. അടിപൊളിയല്ലേ ശരിക്കും. 50th ഫിലിം 5 ലാംഗ്വേജിലാണ്. അവിടെ ഒരു പ്രാസം ഉണ്ട് അല്ലേ? പടം 10 ലാംഗ്വേജിലാണ്. മൊത്തം ഡയറക്ടേഴ്സ് അപ്പൊ അജയന്റെ 2ാം മോഷണം തിയേറ്ററിലെത്തുകയാണ്. ARM ടോവിയുടെ 50ാമത്തെ സിനിമ. അപ്പൊ ആ സിനിമയെ റെപ്രസെന്റ് ചെയ്തിട്ട് തന്നെ സംവിധായകൻ ജിതിൻ ലാലുണ്ട്. അതിലെ മറ്റൊരു പ്രധാന റോളിൽ 3 കാലഘട്ടത്തിലും അവതരിപ്പിച്ചിട്ടുള്ള ബേസിലുണ്ട് ടോവിയുടെ കൂടെ. അതോടൊപ്പം തന്നെ ടോവിയുടെ കരിയറിൽ പ്രധാന ഫിലിമുകൾ ഒരുക്കുക. വിനീത് കുമാർ, കാണെ അഗൈൻ ബേസിൽ. അല്ല 2 പുള്ളി 2 ഈ 2 ഇനി 2 1. അപ്പൊ ആദ്യം വിനീതേട്ടൻ എങ്ങനെയാണ് ടോവി എന്നുള്ളൊരു ആക്ടറിനെ ഡയറക്റ്റ് ചെയ്ത എക്സ്പീരിയൻസും അല്ലാത്തൊരു ഈ അജയൻ എന്നുള്ള സിനിമയുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താ? ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അല്ലല്ല, മുഖത്ത് നോക്കാതെ ശരി. ഡിയർ ഫ്രണ്ട് നമ്മൾ ആദ്യം ആ ക്യാരക്ടർ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സാധാരണ നമ്മൾ അതിനുശേഷം വന്ന് റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ പറയും അതിനകത്ത് ആക്ടിങ് സാധ്യത ഒന്നും ഇല്ലായിരുന്നു ടോവിക്ക്, അങ്ങനെയുള്ളൊരു ക്യാരക്ടറാന്നൊക്കെ ചില റിവ്യൂസിലൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഞാനും ടോവിയും നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് നമ്മൾ ഭയങ്കര ലൗഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ഭയങ്കര ഡ്രാമാറ്റിക് സീനിൽ പെർഫോം ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ വളരെ സെറ്റിലായിട്ട് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത്. അത് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് ടോവി ചെയ്തിരിക്കുന്നത്. എൻ്റെ സിനിമ എന്ന് പറയുന്നതല്ല, ഡിയർ ഫ്രണ്ടിലാണെന്ന് തോന്നുന്നു അല്ലേ. ഭയങ്കര രസകരമായിട്ട് അതിനകത്തുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ, എസ്പെഷ്യലി അതിനകത്ത് അമ്മയെക്കുറിച്ചിട്ട് ഒരു ദർശൻ്റെ അടുത്ത് പറയുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ടോവിയുടെ അടുത്ത് പറഞ്ഞ ആ ഒറ്റ കാര്യം ഞാൻ ടോവിയോട് പറഞ്ഞു, ടോവി ഡയലോഗ്സിൻ്റെ ഇടയിലുള്ള ബ്രീത്ത് സ്പേസ് മാക്സിമം എടുത്തിട്ട് സംസാരിച്ചാൽ മതി, അത് അവിടെയാണ് അത് വർക്ക് ചെയ്യുന്നത് മാത്രമേ ഞാൻ പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു ടോവിയുടെ അടുത്ത്. പക്ഷേ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആക്ടർ ഇപ്പോൾ ARM എന്ന് പറയുന്ന സിനിമ എത്തുമ്പോൾ അത് ടോവി ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നു മിന്നൽ മുരളി തിയേറ്ററിൽ വരണമായിരുന്നു എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. കാരണം അത് TV യിൽ കാണുന്ന സമയത്തൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് ഇത് തിയേറ്ററിലായിരുന്നെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്. കാരണം ഒരു നടൻ എന്നുള്ള രീതിയിലും ബേസിൽ ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിലും
പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇപ്പം നാളെ അതിപ്പോൾ ഇവർ ഇറങ്ങിൽ ഇവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് മിന്നൽ മുരളി മിസ് ചെയ്തിരുന്നു. എഗെയിൻ ആ ഒരു റേഞ്ചിലേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മേലെ പോകാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഓരോ സിനിമകൾ 2 സിനിമകൾ എന്ന് പറയുന്ന പോലെ ഇത് 3 സിനിമ ഒരുമിച്ച് വരുന്ന പോലെയാണ്, 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഞാൻ ഹൈലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ സിനിമ. ഇപ്പൊ ഈ ആ സീനല്ലേ, ആ സീൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ ഇമോഷൻസിനെ വെച്ചിട്ട് ടോർച്ച് ലൈറ്റ് ചെയ്ത് നമ്മളെ തന്നെ എന്ന് പറയും. പക്ഷെ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ എനിക്ക് എങ്ങനെയാ ആ ക്യാരക്ടർ റിയാക്ട് ചെയ്യുക എന്നുള്ളതിൽ എനിക്ക് ആകെ ഉണ്ടായിരുന്ന റെഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് നാൾ മുമ്പാണ് എൻ്റെ അമ്മയുടെ അനിയത്തി മരിച്ചു പോയിരുന്നു. അത് പുള്ളിക്കാരിക്ക് ക്യാൻസറായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തിയാണ്. അപ്പോൾ ഒരു ആ സമയത്തൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ റിയാക്ട് ചെയ്യണ പോലെ അല്ലല്ലോ നമ്മൾ റിയൽ ലൈഫിൽ റിയാക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് നമ്മൾ റിയൽ ലൈഫിൽ റിയാക്ട് ചെയ്യുന്ന അത്രയും തന്നെ പോരെ സിനിമയിലും റിയാക്ട് ചെയ്യുന്നത്. അഭിനയത്തിന് കൈയടി മേടിക്കാനല്ലോ, ഇത് കഥ പറയാനാണല്ലോ കഥാപാത്രം. അപ്പോൾ നമ്മളത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കത് ഇമോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പുറത്ത് വേറെ നമ്മളുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും അഭിനയിക്കണ്ടല്ലോ എന്നുള്ളതാണ് കാരണം എസ്പെഷ്യലി ആ സീൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീൻ ഭയങ്കര സട്ടിൽ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്നതാണ്. കാരണം ഇയാൾ പറയുന്നത് കള്ളമാണ്, എന്നാൽ കള്ളമാണെന്ന് തോന്നരുത് ആ സമയത്ത്. അത് ഭയങ്കര രസമായിട്ടും പിന്നെ അതുപോലെ തന്നെ അമ്മയുമായിട്ട് രേഖ ചേച്ചിയുമായിട്ട് ഒരു സീൻ ബോംബെയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പോഴാണ് ശരിക്കും ഒരു ആക്ടറിന് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഗുണം ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ടൂവിയിൽ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്ത് ഞാൻ പിന്നീട് ടൂവിയുടെ അടുത്ത് പറയുകയും ചെയ്തിരുന്നു. ഒരു ക്ലോസിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം ഒരു ഐബോൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് ലെവലിൽ ഷിഫ്റ്റ് ചെയ്താലാണ് ഇത് ക്യാമറയിൽ രജിസ്റ്റർ ആവുക എന്നുള്ള ഒരു ബോധം ആർട്ടിസ്റ്റിന് ഉണ്ടാവുന്നത്. അത് എക്സ്പീരിയൻസ് നിന്നും കൂടിയാണ്. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അങ്ങനെ കുറേ മൊമെൻറ്റ്സുകളുണ്ട് ശരിക്കും ആസ് എൻ ആക്ടർ രജിസ്റ്റർ ചെയ്യുന്ന ടൊവിയെ രജിസ്റ്റർ ചെയ്യുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ട് ആ പടത്തിൽ. പക്ഷെ അത് എത്രത്തോളം ആളുകൾ അങ്ങനെ നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം പലപ്പോഴും ഈ ലൗഡ് പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഇവൺ മിന്നൽ മുരളിയിൽ പോലും നമ്മുടെ ഗുരുവിൻ്റെ പെർഫോമൻസ് ഭയങ്കര പെർഫോമൻസ് എന്ന് പറയുകയും ടൊവിയുടെ പെർഫോമൻസിന് അങ്ങനെ ജഡ്ജ് ചെയ്യാതിരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും. അപ്പോഴൊക്കെ ഞാൻ നോക്കുന്നൊരു കാര്യം അതാണ്. കാരണം ടൊവി എന്ന് പറയുന്ന ഒരു ആക്ടറിനെ കറക്റ്റായിട്ട് ഇനിയും ജഡ്ജ് ചെയ്യപ്പെടേണ്ടതെന്ന് തോന്നുന്നുണ്ട്. ബേസിൽ ഇതിലിപ്പം ARMൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ 3 കാലത്തുണ്ടോ? പ്രസന്റ് എന്നിട്ട് തന്നെ ഭാര്യയുടെ പ്രസവം ജസ്റ്റ് മിസ്സായേന്നുള്ള അവസ്ഥയിലായിരുന്നു. കൊച്ചിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി വന്നേ. ഇപ്പൊ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ സിനിമയിലേക്കുള്ള ഇവരുടെ 2 പേരുടെയും ട്രാവൽ അറിയാവുന്ന ഒരാളാണ്. ബേസിലിനെ സംബന്ധിച്ചോളം എന്താണ് ARM? കാരണം വെച്ച് കഴിഞ്ഞാൽ ബേസിലിന്റെ ഒരു ഡയറക്ടോറിയൽ പോലെ കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന സിനിമയാണല്ലോ. എന്നാൽ ക്യാരക്ടറായിട്ടും പ്രധാന ഒരു റോളിലുണ്ട്. അതെ, എനിക്ക് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള സിനിമയാണ് ഈ. ഇപ്പോൾ ജിതിൻ മുമ്പ് കുഞ്ഞിരാമായണത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ, അതിനു മുമ്പ് ഷോർട്ട് ഫിലിമിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം ക്യാമറയിൽ വെച്ച് അത് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പൊ ജിതിന് അന്നേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അവൻ താല്പര്യം പ്രകടിപ്പിച്ച് വന്ന് അങ്ങനെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് പക്ഷെ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഷോർട്ട് ഫിലിമിലിപ്പോൾ എന്താ ചെയ്യാൻ, അതിലിപ്പോ ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ കുഞ്ഞിരാമായണത്തിൽ ജിതിനുണ്ടായിരുന്നു, ഗോതയിലുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിരാമായണത്തിലൊക്കെ ജിതിൻ വേറൊരു വൈബിൽ ജീവിക്കുന്ന ഒരാളാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആസ് എ മനുഷ്യൻ എന്നുള്ള രീതിയിൽ രസമാണ് ജിതിൻ്റെ ഒരു മൊത്തത്തിലുള്ള. അപ്പൊ ജിതിൻ്റെ ഒരു ഇതുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജിതിനെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അതായത് ഞാൻ ഇതിന്റെ അടുത്ത് എന്തെങ്കിലും സീൻ പറയാം. ഗോതയില് കുഞ്ഞിരാമായണത്തില് ബിജു മേനോൻ ചേട്ടന്റെ എൻട്രി ഉണ്ടല്ലോ. അപ്പൊ ഒരു ചുവന്ന കോൺഗ്രസ് ആ കാറിന്റെ ഒരു കുന്ന്, മറ്റേ വിൻഡോസ് XPയുടെ വാൾപേപ്പർ പോലത്തെ ഒരു കുന്നുണ്ട്. അതിന്റെ അകത്ത് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പൊ ആ കുന്നിന്റെ മേലെ കുറെ ആട്. അപ്പൊ ആട് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആനിമൽ വെൽഫെയർ വലിയ പാടായി. അപ്പൊ ആടിന് ഓടിക്കണം. അപ്പൊ കുന്നാണ്, അങ്ങ് അവിടം വരെ എത്തണം. അപ്പൊ ഇവിടുന്ന് ആരെങ്കിലും പോയി ഓടിക്കണം. അപ്പൊ ഇതിൽ ചെന്ന് പെട്ടെന്ന് ജിതിൻ പോവാണ്. ജിതിൻ ഇങ്ങനെ പോകുന്നു. ആദ്യം ജിതിനെ പെട്ടെന്ന് ഓടി. അപ്പൊ ഓടി ജിതിൻ ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറി ഞാൻ പറഞ്ഞു. റിയാലിറ്റി എന്ന് പറയുന്നത് ഇതിന് തൊട്ട് മുന്നേ ഞങ്ങൾ ADസിനെ വെച്ചിട്ട് ബേസിലായിട്ട് റിഹേഴ്സലുണ്ട്. അപ്പൊ ഈ ജീപ്പ് വന്ന് നിൽക്കുന്നു, ബാക്കിൽ നിന്ന് മറ്റേ വടിയും സാധനമായിട്ട് ആൾക്കാർ ഇറങ്ങുന്നു, നിരന്ന് നിൽക്കുന്നു. ഇതാണ് ഷോട്ട്. ഇത് ചാടി ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ വീണിട്ട് എന്റെ മുട്ട് മൊത്തം മുറിഞ്ഞിട്ട് നിൽക്കുക. അത് കഴിയുമ്പോഴാണ് ഈ ഓടാൻ പറയുന്നത്. അപ്പൊ ഗോതയിൽ
ഇതേപോലെ ഞങ്ങൾ മറ്റേ പഞ്ചാബിൽ ഷൂട്ട് ചെയ്യുന്നു. ഇതേപോലെ പെട്ടെന്ന് അവിടെ എടുത്തോണ്ട് പറയുമ്പോ ജിതിനെ ഇങ്ങനെ ഓടി പോയിട്ട് പിന്നീട് അവൻ പറഞ്ഞു മറ്റേ സയോട്ടിക് ഡിസ്ബൾജൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് അത് അപ്പൊ ജിതിൻ അപ്പൊ അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ ജിതിൻ സെറ്റിൽ അങ്ങനെ ഭയങ്കര ഓടിയല്ല, ജിതിൻ വേറെ ആൾക്കാരുണ്ടായിരുന്നു, ഒരുത്തരുണ്ടായിരുന്നു. അവനിങ്ങനെ അതെടുക്കുന്ന പറയുമ്പോ അവനവിടെ ഓടുന്ന വഴിക്കൊക്കെ എന്താ എടുക്കാൻ പറഞ്ഞു അവന്റെ പടത്തിന്റെ ഷൂട്ട് തുടങ്ങി. അപ്പൊ ധർമ്മജൻ ചേട്ടൻ ചോദിക്കുമ്പോ അല്ല അത് മറ്റേ നമ്മുടെ ദീപകിന്റെ അടുത്താ, ദീപകിന്റെ ചോദിച്ചത് ഞാൻ എന്താ പറയാതിരുന്ന. അപ്പൊ ധർമ്മജൻ ചോദിക്കാം ഇവന് മീറ്ററിനാ കാശ്, ധർമ്മജൻ ചേട്ടൻ ചോദിക്കാം ഇവന് മീറ്ററിനാണോ കാശ്. മനു ഇതുപോലെ തന്നെയാ, ഈ പറഞ്ഞ പോലെ യൂണിറ്റുകാരൊക്കെ മറ്റവന് ഓടി വരുന്നുണ്ട്, മാറിക്കോ ലൈറ്റൊക്കെ മാറ്റിക്കോന്ന് പറയും. എന്തൊക്കെ ഇടിച്ചിരുന്നെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വരും. ആ ചേട്ടാ പറഞ്ഞ ചേട്ടാ എന്താ വേണ്ട ചേട്ടാ, തലയിറങ്ങി വീണിട്ട് താഴ്ന്ന് ഷൂട്ട് നടക്കട്ടെ ഷൂട്ട് നടക്കട്ടെ. കുഞ്ഞിരാമായണത്തില് ഭയങ്കര ചൂട്, പാലക്കാട് ചൂടടിച്ചിട്ട് മറ്റേ എന്തോ ലൈറ്റ് അടിച്ചിട്ട് ആള് ബോധം കിട്ട് സൂര്യാഘാതം അടിച്ച് വീണു, താഴെ കിടക്കുക. നമ്മളപ്പോ എല്ലാരും ഒഴിക്കു പെട്ട് എല്ലാരും വന്ന് സോഡ എടുക്കുന്നു അത് ഇതൊക്കെ. അപ്പൊ മറ്റേ സീഡി മുത്തല് ചേട്ടൻ പറയില്ലേ ഭാരത് മാതാക്കി വെടിയേറ്റിട്ട് അതുപോലെ മനു ഷൂട്ട് നടക്കട്ടെ എന്നെ നോക്കട്ടെ. ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ മനു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് മനു എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കുറിച്ച് വിവരമുള്ള ഭയങ്കര, ഗൂഗിൾ വരെ മനുവിന്റെ അടുത്ത് ചോദിച്ചിട്ടാ ഉത്തരങ്ങൾ പറഞ്ഞു. ആരെങ്കിലും അടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവര് മനുവിന് വിളിക്കും. അപ്പൊ പറഞ്ഞു വന്നത് ഈ ജിതിന്റെ അപ്പൊ അങ്ങനെ നമുക്ക് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള, അപ്പൊ ജിതിന്റെ ഒരു ജേർണി എനിക്ക് എന്റെ കൂടെ പേഴ്സണൽ ആയിട്ടുള്ള ജേർണിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ അജയന്റെ രണ്ടാം മോഷണത്തിലേക്ക് വന്നപ്പോ ഈ ഗോതയുടെ സമയത്താണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു കുഞ്ഞു സിനിമയായിരുന്നു, അതായത് ഒരു യൂണിവേഴ്സൽ സ്വഭാവമുള്ള സബ്ജക്റ്റ് ആണ്. ഈ പറയുന്ന 3 കാലഘട്ടങ്ങളായിട്ട് ഒരു ട്രഷർ ഹണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു അങ്ങനത്തെ ഒരു സെറ്റിങ്ങിലുള്ള ഒരു നാട്ടുമ്പുറം സെറ്റിങ്ങിലുള്ള. അപ്പൊ അതിൻ്റെതായുള്ള അപ്പീൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വിഷൻ, അത് കറക്റ്റ് ആയിട്ട് എൻവിഷൻ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിലേ ആ രീതിയിൽ അത് പ്രസന്റ് ചെയ്യപ്പെടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അതൊരു സ്ഥിരം സിനിമയായിട്ട് മാറിയാണ്, ഒരു സ്ഥിരം നമ്മളിവിടെ സ്ഥിരം കാണുന്ന പോലത്തെ ഒരു സിനിമയായിട്ട് മാറിയാണ്. പക്ഷെ അപ്പൊ അവൻ അതിന്റെ കൂടെ സഞ്ചരിച്ച് അപ്പൊ സുജിത്തായിരുന്നു അതിന്റെ റൈറ്റർ, ഇവർ രണ്ടുപേരും കൂടെ അതിങ്ങനെ ബിൽഡ് ചെയ്ത് പിന്നീട് മിന്നൽ മുരളിയുടെ ഷൂട്ട് നടക്കുമ്പോൾ 2020 അതിന്റെ ഷൂട്ട് നടക്കുമ്പോൾ, ഗോവ നടന്നത് 2017, 20 അതിന്റെ ഷൂട്ട് നടക്കുമ്പോൾ അതിന്റെ ലൊക്കേഷനിൽ ഒരു കഥയായിട്ട് വരുന്നുണ്ട്. പിന്നെ 21 അങ്ങനെ ഷൂട്ട് നടക്കുന്നത് 21 അപ്പൊ അത്രയും 22 അപ്പൊ അത്രയും സമയം എടുത്തിട്ടാണ് ഇവർ ഇതിന്റെ പ്രോസസ്സ് ഇങ്ങനെ വലുതാവുന്നു. ഇത്രയും വലിയ സിനിമയാകുമ്പോൾ ഇത് കൺവിൻസ് ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല. ആരെങ്കിലും പോയിട്ട് ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇത്രയും വലിയൊരു സിനിമ 150 ദിവസം ഡേറ്റ് ഒക്കെ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് സിനിമ ഒരു ഡയറക്ടറെ കാണുമ്പോൾ പേടിയാവില്ല. ഇത് എങ്ങനെയാണ് 150 ദിവസം എന്റെ കൂടെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇറങ്ങുന്നത്, ഇത്രയും ബജറ്റും ഒക്കെ ആയിട്ട് 10ാമത്തെ ദിവസം പാളിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 140 ദിവസം നമ്മൾ അവിടെ നിൽക്കണം. എന്ത് അപ്പൊ അതൊക്കെ ഒരു ടെൻഷനുള്ള കാര്യമാണല്ലോ. അപ്പൊ അതിനെ വിശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ആസ് എ ഡെബ്യൂ ഡയറക്ടർ അവന്റെ ഉത്തരവാദിത്വമാണ്. ആ വിശ്വസിപ്പിക്കൽ ടോവിനെ അവൻ കൺവിൻസ് ചെയ്തു. അവനെ വിശ്വസിച്ച് ടോവി ഇറങ്ങുകയും ചെയ്തു. അവൻ പ്രീ വിഷ്വലൈസേഷൻ ചെയ്യുന്നു, സ്റ്റോറി ബോർഡ് ചെയ്യുന്നു, അത് ഇത് ചെയ്യുന്നു, ഭാര്യ വിളിക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ആയിട്ട് സൈലന്റ് അല്ല, അവളുടെ കോള് മാത്രം സൈലന്റ് ആവില്ല, അതാ അത്യാവശ്യമായിരിക്കും ചിലപ്പോ. അപ്പൊ അപ്പൊ എല്ലാം ചെയ്തിട്ട് അവനത് കൺവിൻസ് ചെയ്യിക്കുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. ഇത്രയും വലിയ സിനിമ മൗണ്ട് ചെയ്യണമെങ്കിൽ അപ്പൊ പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യണം, ഇത്രയും കോടി ബജറ്റ് ഇറക്കുന്നു, ടോവിനെ കൺവിൻസ് ചെയ്യുന്നു. അപ്പൊ ഈ ജേണി എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു വലിപ്പം വെക്കുന്നത് പേഴ്സണലായിട്ട് ഇങ്ങനെ പുറത്തു നിന്ന് ഇങ്ങനെ കാണുമ്പോൾ അതിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇവൻ അതിന്റെ ഭാഗമായിട്ട് ഇവൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു നടൻ എന്ന് പറയുമ്പോൾ ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രൊമോഷൻ വരുന്നു, ഡബിങ് ചെയ്യുന്നു, അതൊക്കെ തന്നെയുള്ളൂ. പക്ഷെ ഇവനും അതിന്റെ ഈ മൗണ്ട് ചെയ്യുന്നത് ആ സിനിമയുടെ ആവശ്യമാണെന്നുള്ള മനസ്സിലാക്കി അതിന്റെ ബജറ്റ് അതിനനുസരിച്ചുള്ള ബജറ്റ് വരുന്ന കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യപ്പെടാതെ ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്ത് എത്തിക്കുക എന്ന് പറയുന്നതും അതിന്റെ കൂടെ നിൽക്കുക. ഷൂട്ട് കഴിഞ്ഞിട്ടും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അതിൻ്റെ അകത്തൊക്കെ നിന്ന് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട് എല്ലാവരെയും മീറ്റിംഗ് വിളിച്ച് അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഒത്തുതീർപ്പ്, ഇതിന്റെ എല്ലാ റിസ്ക്കും റെസ്പോൺസിബിലിറ്റിയും ഷോൾഡർ ചെയ്തിട്ടാണ് ഇവൻ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അഭിനയിക്കുന്നതിന്റെ അപ്പുറത്ത് അഭിനയിക്കുന്നത് വേറെ, അതെല്ലാവരും പറയുന്ന കാര്യമാണ്. 3 ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് വേറൊരു എഫേർട്ടാണ്.
അപ്പൊ ഇതെല്ലാം ചെയ്ത് ഇതിന്റെ കൂടെ സഞ്ചരിക്കുന്നു. അപ്പൊ എപ്പോൾ ഇവരെ മീറ്റ് ചെയ്യുമ്പോഴും വേറെ പടത്തിന്റെ ഷൂട്ടിന്റെ ഇടയിലൊക്കെ ആയിരിക്കും. അപ്പോഴും ഏറമിന്റെ ഏറമ്മോ അങ്ങനെ ഏറമിന്റെ മറ്റേ ഇങ്ങനെ ജിതി വിളിച്ചായിരുന്നു. അത് ഏറാമിന്റെ കഥ മാത്രമേ പറയാനുള്ളൂ, കുറെ കാലങ്ങളായിട്ട് ഏറം ഇവരെ വിളിക്കുമ്പോഴും ഏറം അതവിടെ നടക്കുന്നു മറ്റേ VFX. അത് അപ്പൊ എനിക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഏറമാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് എപ്പൊ നോക്കിയാലും ഏറം. ഞാൻ മുമ്പ് വെറുതെ തമാശക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവൻ 2021 മുതൽ 20 മുതൽ ഓണാശംസയും വിഷു ആശംസയും ഏറമിന്റെ പോസ്റ്റർ വെച്ച് എനിക്ക് അയച്ചു തരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാൻ. ആദ്യത്തെ ഒരു 2 വർഷം ഞാൻ ഇട്ടു. പിന്നെ എനിക്കും ബോറടിച്ചു, വേറെ പടങ്ങളുടെ ഒക്കെ ഇടണ്ടേ, നമ്മൾ അഭിനയിക്കുന്ന പടങ്ങൾ ഡയറക്ട് ചെയ്ത പടങ്ങളുടെ ഒക്കെ ഓണാശംസയും വിഷു ആശംസയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഏറമിന്റെ ഇടയിൽ ഞാൻ നിർത്തി. ഇവന്റെ പോസ്റ്റ് ആണ് ഇല്ല ഞാൻ എനിക്ക് അങ്ങനെ അത്രയും കാലമായിട്ട് ഏറം എന്റെ മനസ്സിലുണ്ട്. എന്റെ ഫോണിലെല്ലാം ഏറം. അപ്പൊ ഏറം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേഴ്സണലായിട്ട് എപ്പോഴും അതിനെക്കുറിച്ച് കേട്ടോണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതിന്റെ കൂടെ ഭാഗമായിട്ട് സഞ്ചരിക്കും. എനിക്ക് ഞാൻ അഭിനയിച്ചത് അതിൻ്റെ അകത്ത് 3 കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ. അപ്പൊ എനിക്ക് എന്റെ റോൾ അപ്പൊ അത്രേ ഉള്ളൂ. അത് ഭയങ്കര വലിയ റോളൊന്നുമില്ല. ഇവൻ അങ്ങനല്ല ഞാൻ പറഞ്ഞത്, ഇവര് ചെയ്ത അത്രയും വലിപ്പത്തിൽ അങ്ങനെ ഒരു എനിക്കൊന്ന് വെസിലിന്റെ ആക്ടിങ് കരിയർ മാത്രമായിട്ട് എടുത്തു നോക്കിയാൽ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് മേക്ക് ഓവർ റോള് ഫസ്റ്റ് ടൈം അല്ലേ? ലുക്ക് ഒക്കെ എല്ലാ രീതിയിലും ലുക്ക്, കണ്ണട അല്ല ഇട്ടിരിക്കുന്ന പ്രത്യേകതരം ലുക്ക് അല്ലേ? ആദ്യമായിട്ടാണ് കണ്ണട അല്ലല്ല ഏതോ പടത്തിൽ മെച്ചൂരിറ്റി കണ്ണട കോട്ടൊക്കെ ഇട്ട് പറഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ടായില്ലേ? അതേ സിനിമയുടെ ക്ലൈമാക്സിൽ ലാസ്റ്റ് ആ തുടക്കത്തിൽ സ്കൂൾ കാലഘട്ടം കാണിച്ചിട്ട് അവസാനം മെച്ചൂരിറ്റി ആയിട്ട് കണ്ണടയൊക്കെ അങ്ങനത്തെ ഒരു കണ്ണടയില്ല, മൊത്തം ലുക്ക് ആൻഡ് ഫീൽ തന്നെ അല്ലേ? മാറ്റമില്ലേ? വിന്റേജ് അല്ലേ? അതെ, അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതലും ഈ പുറത്തുനിന്ന് കണ്ട ARM-ആണ്. ഈ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ARM. ഷൂട്ടിംഗ് സമയത്ത് ആ ARM അല്ല എന്റെ മനസ്സിലുള്ള ARM. ഇവരിൽ നിന്ന് കേട്ടിട്ടുള്ള ARM-ആണ്. അപ്പൊ ആ ജേർണി ഭയങ്കര എനിക്ക് സംബന്ധിച്ചിടത്തോളം ഇത്രയും 7-8 വർഷമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അത് ഇപ്പൊ കൾമിനേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര പേഴ്സണലുമാണ് ഇവർ രണ്ടുപേരുടെയും കാര്യത്തിൽ. പിന്നെ സുഹിത്തായിട്ട് ഇതിന്റെ റൈറ്റർ, അദ്ദേഹവും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വെറുതെ ഒന്ന് മോട്ടിവേഷൻ തരുന്ന ഒരാളാണ്. ഞാൻ നല്ല കാശും കൊടുക്കും, നിങ്ങളിങ്ങനെ ഫ്രീ ആയിട്ട് മോട്ടിവേഷൻ തരല്ലേ, കുറച്ച് പൈസ തരട്ടെ. അപ്പൊ സുഹിത്തായിട്ട് അങ്ങനത്തെ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് നടക്കുന്ന ഒരാളാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതിന്റെയൊക്കെ ഇടയിൽ ടോവി സിനിമയാകുമ്പോ അങ്ങനെ ഇതന്നെ എപ്പോഴും. ഇപ്പൊ ഞാൻ വേറെ പടത്തിന്റെ ടെൻഷനാണെങ്കിലും സുഹിത്തായിട്ട് ഉണ്ടാവും മോട്ടിവേറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യൻ. അപ്പൊ ഇവർക്ക് 3 പേരുമാണ് എനിക്ക് ARM-നെ സംബന്ധിച്ചിടത്തോളം അതെ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവരുടെ ജേർണിയിലൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ജിതിന്റെ ഈ ജേർണി ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. സിനിമ എന്തോ ആയിക്കോട്ടെ, സിനിമയ്ക്ക് വേണ്ടി ഇവൻ ഇത്രയും പണിയെടുത്ത് ഇത് ഉണ്ടാക്കിയെടുത്തല്ലോ. അത് ആദ്യത്തെ സിനിമ എന്നുള്ള രീതിയിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ആദ്യത്തെ സിനിമ ഇത്രയും ബൗണ്ട് ചെയ്യാന്ന് പറയുന്നത്, ഇത്രയും പേരെ കൺവിൻസ് ചെയ്ത് ബൗണ്ട് ചെയ്യുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും Choice is yours. Earn your promotion without affecting your current job. Learn CMA USA online. Only from Indian Institute of Commerce, Lakshya. മനുവിന്റെ 2 പടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഉയരെ പോലുള്ളൊരു ക്യാരക്ടറേ അല്ല കാണുള്ളത്. അവിടെ ഒരു ഈ ഇമോഷൻ ഇൻറ്റൻസ് ഒക്കെ ഉള്ള ഒരു സംഗതിയാണ്. ഇത് 50th ഫിലിമാണ്. പിന്നെ എന്തായാലും ഒരു ഇൻഡസ്ട്രി പലതരത്തിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബിഗ് ടിക്കറ്റ് ഫിലിം എന്നൊക്കെ നമ്മൾ പറയാവുന്ന രീതിയിൽ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരികയാണ്. അങ്ങനെ ഒരു ഗ്ലോബൽ റിലീസാണ് വരുന്നത്. എന്താണ് ഈ ഒരു എക്സ്പെക്ടേഷൻ ചോദിച്ചാൽ എന്താണ് ARM? വളരെ വലിയ ഈ പറഞ്ഞ പോലെ ബേസിൽ പറഞ്ഞ പോലെ ഞാനും കാണായുടെ സമയത്ത് തൊട്ട് ടോവിയുടെ അടുത്ത് നിന്ന് കേൾക്കുന്നതാണ് ARM. നമ്മള് അല്ല കാണായുടെ അല്ല ഉയരയുടെ സിനിമ കരിയർ തുടങ്ങിയ ട്രിവാൻഡ്രത്ത് പോയപ്പോ ഞാൻ ജനിച്ചപ്പോ എനിക്ക് മുത്തശ്ശി ഈ കഥ പറഞ്ഞു അത്രയും പുറകിൽ കേൾക്കുന്നതാണ്. അന്ന് ARM എന്നല്ല, അപ്പൊ ആ സമയം തൊട്ട് കേൾക്കുന്നേ. പിന്നെ ഈ പറഞ്ഞ പോലെ ടോവി കഥ പറയാൻ തുടങ്ങിയാൽ ടോവി പറഞ്ഞുകൊണ്ടേയിരിക്കും. 2 സെറ്റിലും ഉയരയിൽ അത്രയും കാണാനിൽ കൂടുതൽ സമയം. പിന്നെ ടോവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ നേരത്തെ വിനീതേട്ടൻ പറഞ്ഞ പോലെ സട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്റേണലൈസ് ചെയ്തിട്ടുള്ള പോർഷൻസ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇത് കട്ടായി കഴിഞ്ഞാൽ പിന്നെ ഫുൾ എക്സ്റ്റേണൽ ആണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചളി, അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ ബഹളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് ചെയ്തുകൊണ്ട് ഞാൻ പേഴ്സണലി അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മൾ ഇന്റൻസ് ചെയ്യുമ്പോൾ നമ്മളും ഇന്റൻസ് ആയിട്ടിരുന്നാൽ ഇത് മനസ്സിലാവില്ല ഇത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് പറ്റിയ കമ്പനിയാണ് ടോവി. അപ്പൊ ആ കൂട്ടത്തിൽ പറഞ്ഞ കൂടുതൽ കഥയും ARM-ഉം പിന്നെ ആ സമയത്താണ് കളയും നടക്കുന്നത്. അപ്പൊ ഇതിന്റെ കഥകളിൽ ഒരുപാട് കേട്ട് പറഞ്ഞ പോലെ നമ്മൾ വിഷ്വലി മിന്നൽ മുരളി മിസ് ചെയ്തത്
ARM-ലൂടെ നമുക്ക് എല്ലാവർക്കും പ്രേക്ഷകനും ഒക്കെ കിട്ടും. ഓഫ് കോഴ്സ് വെരി മച്ച്. ഒരു തരത്തിൽ പറഞ്ഞ മിന്നൽ മുരളിക്ക് അങ്ങനെ മിസ്സായെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാനിങ്ങനെ പലയിടത്തും ഈ ഇതിന്റെ പ്രൊമോഷനൊക്കെ ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേ സംഭവിക്കില്ല. നമ്മള് കാലുപിടിച്ച് ചോദിച്ചാന്ന് ഒരു ദിവസം നടക്കാൻ പറ്റുമെന്ന് ഞങ്ങള് പ്രിവ്യൂ ചെയ്യുമ്പോൾ കാലുപിടിച്ച. പക്ഷെ ആ മിന്നൽ മുരളി ഉണ്ടാക്കി തന്ന ഒരു റീച്ച് ഉണ്ടായിരുന്നു. ട്രാവലിന് മനസ്സിലാവില്ല. തിയേറ്ററിക്കൽ റിലീസ് കൊണ്ട് നമുക്ക് കിട്ടാത്ത റീച്ചും കൂടെ നമുക്ക് കിട്ടും. അതായത് ഗ്ലോബലി അതായത് 30 രാജ്യങ്ങളിൽ ഫസ്റ്റ് വീക്ക് ട്രെൻഡിങ് ടോപ്പ് 10 ഉണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ട്രെൻഡിങ് ടോപ്പ് 10 ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ രാജ്യങ്ങളിലേക്ക് ലിസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വെറുതെ അറിയാൻ. ഹോണ്ടുറാസും ബഹാമാസും ഒക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ രാജ്യങ്ങളുണ്ട്. അല്ല ഞാൻ അവിടെയൊക്കെ നമുക്കൊരു തിയേറ്ററിക്കൽ റിലീസ് നമ്മളെ കൊണ്ട് ഒരിക്കലും ഇനി എത്ര നമ്മൾ നോക്കുകയാണെങ്കിൽ ARM-ന് ശരിക്കും അതിനൊരു മുൻഗാമി പോലെ ഒരു പടം വഴി ഉണ്ടാക്കി വെക്കുന്നു അറിയില്ല. അന്ന് നമ്മള് ലിസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കിട്ടിയില്ല. അർജന്റീനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയാം മെസ്സി കണ്ടു കാണുക. ഇവൻ സ്പാനിഷ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്പെയിനിലൊക്കെ ട്രെൻഡിങ് ആവാണെങ്കിൽ അവിടെ ചെന്നുമ്പോ നിന്നെ ഇതിന്റെ അകത്തോട്ട് കയറ്റി വിടില്ല എന്ന് പറയുമ്പോ മുരളിക്ക് എന്താണ് സ്പാനിഷ് ഇപ്പൊ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു ഇതുപോലെ. ഇല്ല, അത് എനിക്ക് തോന്നുന്നത് ടോബി തന്നെ ഇത്രയും ഒരു ലെങ്തി പ്രീ റിലീസ് ഇവന്റുകൾ, അതായത് നമ്മൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വരെ പുറത്തുനിന്ന് തിരിച്ച് ഒരു റിവേഴ്സ് മോഡലിലാണല്ലോ നിങ്ങളുടെ പ്രീ റിലീസ് ഇവന്റ് തന്നെ ഉണ്ടായത്. അപ്പം അത്രയും ട്രാവൽ ചെയ്യുന്നത് ശരിക്കും ആ സിനിമയുടെ സ്വഭാവം ആ രീതിയിലാണ്, അല്ലെങ്കിൽ അത്രയും കൂടുതൽ സ്പേസിലുള്ള ആളുകൾക്ക് കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ടുകൂടിയാണല്ലോ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മലയാളം സിനിമകൾ എല്ലായിടത്തും നല്ലപോലെ റിലീസ് ആണ്. അപ്പൊ എന്റെ സിനിമ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. എനിക്ക് ശരിക്കും ഞാനിത് ഒരുപാട് കാലമായിട്ട് എൻ്റെ പരിചയമുള്ളവർക്കൊക്കെ അറിയാം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മലയാള സിനിമകൾ എത്രയോ നല്ല മലയാള സിനിമകൾ ഈ ഓൾ ഓവർ ഇന്ത്യ ശ്രദ്ധിക്കപ്പെടുമായിരുന്ന സംസാരിക്കപ്പെടുമായിരുന്ന സിനിമ നമ്മളതിന് പുറത്തേക്ക് പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ട് മാത്രം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അതാണ് പലതും നമ്മൾ ടൊറന്റിൽ വരുമ്പോഴോ അല്ലെങ്കിൽ OTT-ൽ വരുമ്പോഴോ ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സിനിമയുണ്ട്. നമ്മൾ അവിടെ നിന്ന് പോയിട്ട് ബ്രഹ്മാണ്ഡമായിട്ട് സിനിമ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ നല്ല ചെറിയ സിനിമയാണെങ്കിൽ പോലും അതും തിയേറ്ററിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ശതമാനം ആൾക്കാരെങ്കിലും പുറത്തുണ്ടെങ്കിൽ നമുക്ക് 144 കോടിയിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ഉണ്ടാവില്ലേ നമ്മുടെയൊക്കെ അങ്ങനത്തെ സിനിമകളും കാണാൻ, മലയാള സിനിമകൾ തിരഞ്ഞു പിടിച്ച് കാണുന്ന ആൾക്കാർ ഉണ്ട്. എനിക്കറിയാം. അവരിലേക്കെങ്കിലും ഒന്ന് പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യണം മലയാള സിനിമകളെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് പണ്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ വേൾഡ് സിനിമയിൽ മലയാള സിനിമയിൽ ഇത്രയും നല്ല ടെക്നീഷ്യൻസും ഇത്രയും നല്ല ആക്ടേഴ്സും ഇത്രയും നല്ല സിനിമകളും ഒക്കെ ഉണ്ടാവുന്നു, നല്ല കഥാകൃത്തുക്കൾ, നല്ല സിനിമകളും ഉണ്ടാവുന്നു. അപ്പോൾ ഈ സിനിമകളെല്ലാം ഒന്ന് പുറത്തൊക്കെ ഉള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒരു വേൾഡ് സിനിമയുടെ മാപ്പിൽ മലയാള സിനിമ മാർക്ക് ചെയ്യപ്പെടണമെന്നും അതുണ്ട്. ഫെസ്റ്റിവൽ സർക്യൂട്ടിലൊക്കെ നന്നായിട്ടുണ്ട്, നമ്മൾ കാണുന്നതല്ലേ എത്രയോ സിനിമകൾ. അതല്ലാണ്ട് കൊമേഴ്ഷ്യൽ സിനിമകളുടെ കൂട്ടത്തിലും വേണമെങ്കിൽ എത്തിപ്പെടാവുന്ന എത്രയോ സിനിമകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ കേരളത്തിലെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ഒരു 200 തിയേറ്ററിലോ 300 തിയേറ്ററിലോ റിലീസ് ചെയ്യും. എന്നിട്ട് കേരളത്തിന് പുറത്ത് എല്ലായിടത്തും കൂടെ, അതായത് ഇന്ത്യ ഒട്ടാകെ ഒരു 150 തിയേറ്റർ റിലീസ് ചെയ്യും. അങ്ങനെയാണോ മറ്റു സിനിമകളെല്ലാം, മറ്റു ഭാഷ സിനിമകളെല്ലാം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഒരു പ്രൊമിനന്റ് ഡിസ്ട്രിബ്യൂട്ടർ അതെടുത്ത് അതിനെ പ്രോപ്പറായിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു റെഗുലർ പടം ഇറങ്ങുന്ന പോലെ ഇറക്കുന്നത് നമ്മൾ കാണുന്നതല്ലേ. ഇത് എല്ലാവരും മലയാള സിനിമനെ വാനോളം പുകഴ്ത്തുന്നു. എന്നാൽ പിന്നെ മലയാളം സിനിമകളും ഇതേപോലെ അതാത് മറ്റു റീജിയണൽ ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ നമുക്കത് ഇൻഡസ്ട്രികളിലെ നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വെച്ചിട്ട് റിലീസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതൊരു അടിപൊളിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇതിനകത്ത് കുറെ ശ്രമിച്ചിട്ടുണ്ട്. അത് ശ്രമിച്ചിട്ട് തന്നെയാണ് നടത്തിയെടുക്കാൻ ഇത്രയെങ്കിലും നടത്തിയെടുക്കാൻ പറ്റുന്നത്. അധികം എത്ര സിനിമകൾ അങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ പറയണത് ഡബ് ചെയ്ത് മറ്റു വേർഷൻ പോകണമെന്നുള്ളതല്ല, മൂവി വേർഷനില്ലേ ഫസ്റ്റ് ഡേ OTT-ൽ ഇത് സംഭവിക്കുന്നുണ്ട്. ഇപ്പം OTT-ൽ മിന്നൽ മുരളി എന്ന് പറയുമ്പം ഇത്രയും ലാംഗ്വേജ് എക്സ്പ്ലോർ ചെയ്ത് കാണുന്നുണ്ടല്ലോ, അവിടെ ആളുകൾ കാണാൻ റെഡിയാണ്. നമ്മുടെ പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കുറച്ചും കൂടെ ബെറ്റർ ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എക്സ്പ്ലോർ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് രാജുവേട്ടൻ ആടുജീവിതത്തിന് വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ട്. കടുവയുടെ സമയത്തും പുള്ളി അവിടെയൊക്കെ പോയി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ദുൽഖർ ചെയ്തിട്ടുണ്ട് സിനിമകൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ആഗ്രഹമുണ്ട് അതാത് ഭാഷകളിലും നമ്മുടെ ഭാഷയിൽ വിത്ത് സബ് ടൈറ്റിൽസും നമുക്ക് അവിടെയൊക്കെ കൊണ്ട് റിലീസ് ചെയ്യാൻ. ഇതിപ്പോ എത്ര ലാംഗ്വേജിലാണ് വരുന്നത്? അപ്പോൾ 5 ഭാഷയിൽ വരുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്. ഒരേ ദിവസം 5 ഭാഷയിൽ ഇറങ്ങും. അതെ അതെ. അത് ചിലപ്പോൾ ഹിന്ദി മാത്രം ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, ബാക്കിയെല്ലാം ഈ നാളെ തന്നെ ഇറങ്ങുന്നുണ്ട്. രോഹിത്, ഇതിൽ ഒരു ലീഡ് ആക്ടറുടെ 50ാമത്തെ സിനിമ വരുന്നു എന്ന് പറയുന്ന സമയത്ത് അതിലൊരു ഭയങ്കര ഒരു വലിയൊരു ജേണിയാണല്ലോ. അതിൽ ഉയർച്ച താഴ്ചകളുടെ ജേണിയാണ്. അതിൽ ഈ പറയുന്ന ഒരു കഠിന പ്രയത്നത്തിൻ്റെ തുടർച്ചയുണ്ട്. അപ്പോൾ അതിലെ ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്.
എങ്ങനെയാണ് ഈ ടൊവിയുടെ ഒരു 50th ഫിലിമിലെത്തിയ ഒരു കരിയറിനെ കാണുന്നത്? ഈ ARM എന്ന് പറയുന്ന സിനിമയെ കൂടി എങ്ങനെ കാണുന്നത്? അടിപൊളിയല്ലേ ശരിക്കും. 50th ഫിലിം 5 ലാംഗ്വേജിലാണ് വരുന്നത്. ആ അതെ, കേരളത്തിൽ പോയി പയ്യെ. അവിടെ ഒരു പ്രാസം ഉണ്ട് അല്ലേ? ഒന്നാമത്തെ പടം 10 ലാംഗ്വേജിലാണ്. പിന്നെ അർജന്റീന, സ്പെയിൻ. അത് ഒരു ഭയങ്കര അച്ചീവ്മെന്റ്. ടോവി കുറെ കാലമായിട്ട് ട്രൈ ചെയ്ത് കുറെ കാലമായിട്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ക്യാരി ചെയ്തിരുന്ന ഒരു ഡ്രീമാണ് ഈ പറയുന്ന എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യുന്ന സിനിമകളുടെ ക്വാളിറ്റി നമ്മൾ എന്തായാലും എഫേർട്ട് ഇടുന്നു, നമ്മൾ നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ വൈഡായിട്ട് ആൾക്കാർ കാണട്ടെ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിൽ ഒരു 3D ഫിലിം കൂടെ ആവുന്ന സമയത്ത് അതിന് ഈ ഗ്ലോബലിയും അല്ലെങ്കിൽ ഭാഷയ്ക്ക് അപ്പുറത്തായിട്ടുള്ളൊരു ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ. കിഡ്സിനാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരിക്കുമല്ലോ. ഭാഷ അവിടെ ഒരു വലിയ പ്രശ്നമായിരിക്കില്ല. അപ്പം അങ്ങനത്തെ ഒരു എക്സ്പ്ലോറേഷൻ ഒരു 50th ഫിലിമിൽ അതൊരു ബെഞ്ച് മാർക്ക് എക്സ്പ്ലോറേഷൻ പോലെ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് പിന്നെ നോക്കുന്ന സമയത്ത് അടിപൊളിയായിരിക്കും. അത് ആസ് ആൻ ആക്ടർ എനിക്ക് ടോവി അഭിനയിക്കുക സിനിമയിൽ വരുന്നതിന് മുന്നേ അറിയാം. ഞാൻ ഇങ്ങോട്ടും അറിയാം. അഖിൽ ജോർജ് ഇല്ലേ സിനിമാറ്റോഗ്രാഫർ, അവൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സ്നേഹപൂർവ്വത്തിൽ അവൻ ഡയറക്ടർ, ഇവൻ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു അതിനകത്ത്. മറ്റേ മെസ്ബാൻ ലോഡ്ജൊക്കെ എടുത്ത് ഡോർമെട്രിയിൽ ഇരുന്നിട്ട് എല്ലാവരും കൂടെ ഇട്ട് സിനിമ ഈ നാളെ ചെയ്യാൻ പോകുന്ന ഷോട്ടുകൾ, എടുത്തു വെച്ച ഷോട്ടുകൾ എന്ന് പറഞ്ഞിട്ട് പ്ലാനിങ്ങും ഭയങ്കര 2011 കാര്യമാണ് പറയുന്നത്. അപ്പൊ അന്ന് തന്നെ ഇപ്പൊ കോയമ്പത്തൂർ റീജിയണിലൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഒരു പാഷനേറ്റ് ആക്ടർ ഉണ്ട് ഇവിടെ. ഞാനായിരുന്നു ഇവരുടെ സ്ഥിരം വേട്ട. കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ ആര് ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ഷോർട്ട് ഫിലിം മമ്മൂട്ടിയാണ്. വിജയ് സേതുപതി ഇതേപോലെ സുബ്രാജിന്റെ അങ്ങനെ എല്ലാവരും കുമാരസ്വാമി വന്ന് ഈ പറയുന്ന ഇത്രയും വലിയൊരു സിനിമ 5 ലാംഗ്വേജ് ഭയങ്കര അച്ചീവ്മെന്റ് ആണ്. കോയമ്പത്തൂർ പോയി കാണുന്നുണ്ടോ? കോയമ്പത്തൂർ വഴി പോകുന്നു. കോയമ്പത്തൂർ പോയി കാണുന്നുണ്ട്. ജിതിന്റെ കാര്യത്തിൽ നിൽക്കുന്നത് ഏറ്റവും ഇമോഷണലി കൂടി ഇതിനെ കാണുന്ന ഒരാളായിരിക്കും. കാരണം ഈ ഏറ്റവും കൂടുതൽ തവണ കേട്ട, ഏറ്റവും കൂടുതൽ പേരിൽ നിന്ന് കേട്ട ചോദ്യമായിരിക്കും എന്തായി ARM അല്ലെ, എപ്പോഴാണ് ARM എന്നുള്ളത്. അപ്പം ഒരു സാധാരണ സിനിമ പോലെ ഒരു നിശ്ചിത ദിവസം തുടങ്ങി നിശ്ചിത ദിവസം തീർത്ത് നിശ്ചിത ദിവസം ഇറക്കാൻ പറ്റുന്ന ഒരു സിനിമയല്ലല്ലോ. ഇതിന്റെ സ്വഭാവം, രീതി, ചിത്രീകരണം, അല്ലെങ്കിൽ ഈ പറയുന്ന 3Dയിലേക്കുള്ള മാറ്റം, ഇതൊക്കെ വെച്ചിട്ട് എന്താണ് ഈ ഒരു മൊമെന്റിൽ ഇരിക്കുമ്പോൾ എന്താണ് പറയാൻ പറ്റുന്നത്? അല്ല, ബേസിക്കലി നേരത്തെ ബേസിലായിട്ട് പറഞ്ഞ പോലെ എൻ്റെ ഒരു നേച്ചറൊക്കെ വെച്ചിട്ട് പലർക്കും എന്നെ കൊണ്ട് ഇവനിതൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു ആ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടും, പിന്നെ ഈ ഇത്രയും നാള് ഇടയ്ക്കൊക്കെ ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇത് കുറെ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ നീ ടോവിയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഇതാണോ അതോ ഇതാണോ, പടമുണ്ടോ, ഡേറ്റ് കിട്ടിയിട്ടുണ്ടോ, അവൻ ചുമ്മാ പറ്റിക്കുന്നതായിരിക്കും, അങ്ങനെ ഇഷ്ടംപോലെ. അപ്പൊ ഇതൊക്കെ കുറെ ഇഷ്ടം പോലെ ഇതിന്റെ ഇത് വെറുതെ ജീവിതം ഇങ്ങനെ ഇത് ചെയ്ത് കളയണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും അങ്ങനെ. പക്ഷെ ഇതില് ഇത് ചെയ്യാന്ന് തീരുമാനിക്കുന്നത് ഏത് സിനിമയുടെ ഒക്കെ സമയത്താണ്? മൊയ്തീന്റെ ഒക്കെ മുമ്പ് തന്നെയല്ലേ? അല്ല, ഗോദ 2016. പക്ഷെ മൊയ്തീന്റെ സമയത്താണ് നിങ്ങൾ പരിചയത്തിലാവുന്നത് അല്ലേ? അതെ അതിന് മുന്നേ അല്ല, അറിയാവുന്നത് മൊയ്തീൻ മുതലല്ലേ? മൊയ്തീനിലെന്ന് വെച്ചാല് ജിതിന്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനം എന്ന് വെച്ചാൽ ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ് അതിനകത്ത്. എന്നിട്ട് എന്തെങ്കിലും കാര്യത്തിന് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ വിളിച്ച് ചീത്ത പറയുന്ന സമയത്ത് ഡയറക്ടറിന്റെ സൈഡിൽ നിന്നിട്ട് എന്താണ് കേൾപ്പിക്കുന്നത് അല്ലേ? പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഇവൻ റൂമിൽ വരും, ഞങ്ങൾ അവിടെ ഇരിക്കുന്നു, ഞങ്ങൾ വരെ ചിരിക്കുന്ന തെളിയൊക്കെ ഇരുന്ന് കാണും. പിന്നെ ഞങ്ങൾ പറയും ടിവിയില് ചിരിക്കുന്ന തെളിയൊക്കെ ഇരുന്ന് കാണുന്നു. കാരണം ഞങ്ങളൊന്നും അസിസ്റ്റൻസ് ആണല്ലോ, മറ്റേ ലോഡ്ജിലാണ്. അപ്പൊ മറ്റേ മേജർ സാറിന്റെ മോനും ക്യാമറ അസിസ്റ്റന്റ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മറ്റേ ലോഡ്ജില് ചില്ലാനൊന്നും പറ്റാത്തത് കൊണ്ട് നേരെ മറ്റേ വലിയ ഹോട്ടലിൽ പരിചയമുള്ള AC റൂമുള്ള ചോദിക്കാനുള്ളത്. അപ്പൊ അവിടെ പോയി ചുമ്മാ ഇരിക്കുന്നു, കഥയൊക്കെ പറഞ്ഞിരിക്കുന്നു. കഥ പറഞ്ഞിട്ട് അത് അതിനു മുന്നേ ഈ പറയുന്ന പ്രവീൺ ചേട്ടന്റെ കൂടെ, കൽക്കിയുടെ ഡയറക്ടർ പ്രവീൺ ചേട്ടന്റെ കൂടെ ആ സണ്ണി ചേട്ടൻ, അങ്ങനെ ശ്രീനാഥ് ഏട്ടൻ, അവരുടെ ഗ്യാങ്ങില്
പരിചയപ്പെടാനും അവരുടെ കൂടെ നിന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സ്റ്റാറിൻ പൗർണമിയുടെ ഷൂട്ട് നടക്കുന്ന സമയത്താണെന്ന് അപ്പോഴും ഉണ്ട്. ആ, അതെ. അന്ന് അങ്ങനെ ഒഫീഷ്യലി അതായത് ഈ 50th ഫിലിം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഏറ്റവും കൂടുതൽ സിനിമയില് കൂടെ വന്നിട്ടുണ്ട്. ലൊക്കേഷൻ ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു അതിലും വന്നു. എല്ലാ ലൊക്കേഷനിലും ഞാൻ പോയിട്ടുണ്ട്. എല്ലാ ലൊക്കേഷനിലും ഞാൻ ഇങ്ങനെ എല്ലാത്തിലും ബാംഗ്ലൂർ വന്നിട്ടാണ് ഞങ്ങളുടെ ഡിയർ ഫ്രണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ രണ്ട് ഷൂട്ട് രണ്ട് രോഹിത് ഉണ്ടല്ലേ? അവിടെ സെറ്റിൽ വന്നിട്ടില്ല. ഒന്നും ഓർത്ത് നോക്കിയാൽ ഷോർട്ട് ഫിലിമിന്റെ സെറ്റിൽ അല്ലെ പണ്ട് ചെയ്ത ഷോർട്ട് ഫിലിമിന്റെ സെറ്റിൽ വന്നിട്ടുണ്ടോ? പഴയ പടം മറ്റേ പഴയ ഫോണില് പറയുന്ന പോലെ സെറ്റിൽ പോയിട്ട് ഞാൻ പോയിട്ട് അല്ല നമുക്ക് എന്നാ ഷൂട്ട് ചെയ്യാം എന്ന് ഞാൻ ഇല്ല എന്നെ ഇതുവരെ പ്രഷർ ചെയ്തിട്ടില്ല. അത് വലിയ നല്ലതായിരിക്കും. കാരണം വെച്ചാൽ അന്ന് പ്രഷർ ചെയ്തിട്ട് നമ്മളിതൊരു സിനിമയായിട്ട് അന്ന് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഈ സ്വഭാവത്തിൽ ഈ വലുപ്പത്തിൽ എത്തിക്കാൻ പറ്റില്ല. പക്ഷെ ഇവൻ പോസ്റ്റർ ഇറക്കുമ്പോ എനിക്കും ഉണ്ടായിരുന്നു ഓരോ പോസ്റ്ററും കാണുമ്പോ അവൻ വെയിറ്റ് ചെയ്യാനുള്ള ഇത് ഇവൻ എന്നെ കുറ്റബോധത്തിൽ ആഴ്ത്താൻ വേണ്ടിയിട്ടാണോ ഈ പോസ്റ്റർ. പക്ഷെ അത് പറഞ്ഞില്ല എല്ലാം നല്ലത് ചെയ്തപ്പോ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. എന്തെങ്കിലും ലാലേട്ടനെ വെച്ച് പടം ചെയ്യുമ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ അടുത്ത് പറയാമല്ലോ എന്ന് വിചാരിച്ചിരുന്ന. കാരണം എനിക്കും അങ്ങനെ 5 വയസ്സെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഓർമ്മ നിൽക്കുന്ന ഇതല്ലല്ലോ, വീട്ടുകാർ പറഞ്ഞിട്ടുള്ള അറിവാണ് ഉള്ളത് കൂടുതലും. അല്ലാതെ 5 വയസ്സിൽ ഞാനിങ്ങനെ ഇത്രയും ചെയ്തിരുന്നു എന്നുള്ളത് അങ്ങനെ അധികം ഫോണിൽ ആണോ മോനെ. Oh, you did a professional course along with BCom at this young age and studied at Lakshya. Learn CMA USA online along with your BCom through Lakshya. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിനൊപ്പം ഒരു കൊമേഴ്സ് പ്രൊഫഷണലാവാം. കൂടാതെ ലക്ഷക്കണക്കിനുള്ള ലക്ഷ്യൻ കമ്മ്യൂണിറ്റി സപ്പോർട്ട്. only from Indian Institute of Commerce, Lakshya.